ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് വേണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കേസിൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ നൽകാവുന്നതാണ്. ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. PDF തന്നെ അവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ജനമൈത്രി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ യഥാർത്ഥ പരിധി ഏതെന്നാണ്. ജനമൈത്രി അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ യഥാർത്ഥ പരിധി എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലമാണ്. ഒരു ബ്രാഞ്ചിൻ്റെ പരമാധികാരി ആരെന്ന് വെച്ചാൽ അവിടെ മാനേജറാണ്. ഒരു ബ്രാഞ്ചിൻ്റെ പരമാധികാരി മാനേജറാണ്. അതിൻ്റെ പരിധി, ആ ഒരു സൊസൈറ്റിയുടെ അധികാര പരിധി, അത് ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നാണ്. എന്താണ് ആസ്തി ഫണ്ട് എന്ന് ചോദിച്ചാൽ സൊസൈറ്റിയുടെ പേരിലോ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ സൊസൈറ്റിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങുന്നതിനും അതാത് ബ്രാഞ്ചിന് കെട്ടിടം, വസ്തു എന്നിവ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എന്ത് പറയുന്നത്, ആസ്തി ഫണ്ട് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ പേരിലോ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് വാങ്ങുക, വിലയ്ക്ക് വാങ്ങുക, അല്ലെങ്കിൽ അവയ്ക്ക് ബ്രാഞ്ചിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, കെട്ടിടം എന്നിവ വിലക്ക് വാങ്ങുന്നതിനുള്ള ഫണ്ടിനെയാണ് നമ്മൾ ആസ്തി ഫണ്ട് എന്ന് പറയുന്നത്. പൊതു ആവശ്യ ഫണ്ട് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 11%. പൊതു ആസ്തി ഫണ്ട് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 11%. ഒരു ബ്രാഞ്ചിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക എത്രയാണെന്ന് ചോദിച്ചാൽ അത് 25,000 രൂപയാണ്. ഒരു ബ്രാഞ്ചിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക അത് 25,000 രൂപയാണ്. ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തേണ്ടത് ഏതൊക്കെ ദിവസമാണ്? ആയതിൽ ആരാണ് മിനിറ്റ്സ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ ശനിയാഴ്ചകളിലുമാണ് ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തേണ്ടത്. അവിടെ ബ്രാഞ്ച് കമ്മിറ്റി കൺവീനറാണ് അതിന് മിനിറ്റ്സ് തയ്യാറാക്കേണ്ടത്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ജീവനക്കാരുടെ മീറ്റിംഗ് നടത്തേണ്ടത്. അതിന് മിനിറ്റ്സ് തയ്യാറാക്കേണ്ടത് ബ്രാഞ്ച് കമ്മിറ്റി കൺവീനറാണ്. അടുത്തത് എന്താണ് കിയോസ്കുകൾ എന്നാണ്. ജനസേവന കേന്ദ്രങ്ങളെയും അക്ഷയ കേന്ദ്രങ്ങളെയും ആയതിൽ താല്പര്യമുള്ള മറ്റ് സ്ഥാപനങ്ങളെയും ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കിയോസ്കുകളായി നിയമിക്കാം. അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കിയോസ്കുകൾ എന്ന് വെച്ചാൽ ജനസേവന കേന്ദ്രങ്ങളെയും അക്ഷയ കേന്ദ്രങ്ങളെയും ആയതിൽ താല്പര്യമുള്ള മറ്റ് സ്ഥാപനങ്ങളെയും ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കിയോസ്കുകളായിട്ട് നിയമിക്കാം. കിയോസ്കുകൾ വഴി കടകൾക്കുള്ള ഡെയിലി കളക്ഷൻ, മൈക്രോ ഫിനാൻസ്, കോയിൻ ബോക്സ് വായ്പ, MDS അഡ്വാൻസ് വായ്പ, കുടുംബിനി വായ്പ എന്നിവ ചെയ്യാവുന്നതാണ്. കിയോസ്ക് വഴി ബാങ്കിൻ്റെ എല്ലാവിധ ലോണുകളും ചെയ്യാനുള്ള അനുവാദം നൽകും. 4. ബാങ്കിൻ്റെ അംഗത്വം അടക്കമുള്ള എല്ലാ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ PSC വഴി നടപ്പിലാക്കാൻ കഴിയുന്ന യൂണിറ്റുകളെയാണ് കിയോസ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇതൊന്നും നമുക്ക് എത്ര ക്വസ്റ്റ്യൻസാണ് നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുകയെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഇവർ നൽകിയിരിക്കുന്ന PDF നമുക്കറിയാം 1500-2000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെ വായ്പകളാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് വെച്ചാൽ ആദ്യത്തെ 4 എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് MDS അഡ്വാൻസ്, ഡെയിലി കളക്ഷൻ, മൈക്രോ ഫിനാൻസ്, കുടുംബിനി വായ്പ. അപ്പോൾ 4 തരത്തിലുള്ള വായ്പകൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. അതിൽ ആദ്യത്തെ 4 ഇതാണ്: 1 MDS അഡ്വാൻസ്, 2 ഡെയിലി കളക്ഷൻ, 3 മൈക്രോ ഫിനാൻസ്, 4 കുടുംബിനി വായ്പ. അപ്പോൾ എന്ത് ഫണ്ടിൽ നിന്നാണ് ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതെന്ന് ചോദിച്ചാൽ അത് തനത് ഫണ്ടിൽ നിന്നാണ്. തനത് ഫണ്ടിൽ നിന്നാണ് ജീവനക്കാരുടെ ശമ്പളം നൽകുന്ന ഫണ്ട് ചോദിച്ചാൽ അത് തനത് ഫണ്ടാണ്. അടുത്ത് ജനമൈത്രി കളക്ഷൻ പിരിക്കാനുള്ള അല്ലെങ്കിൽ തിരികെ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെ? 3 എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് ജനമൈത്രി കളക്ഷൻ പിരിക്കാനുള്ള അല്ലെങ്കിൽ തിരികെ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ: 1 കളക്ഷൻ ഏജൻറ്റ് വഴി, 2 QR കോഡ് ഉപയോഗിച്ച്, 3 ഗൂഗിൾ പേ വഴി, പിന്നെ നേരിട്ട് ബാങ്കിലടക്കാൻ കഴിയുന്നത്, പിന്നെ കോയിൻ ബോക്സ് റീഡർ വഴി, ഏജൻറ്റ് വഴി. അപ്പോൾ ഇത്രയും മാർഗ്ഗത്തിലൂടെ ജനമൈത്രി കളക്ഷൻ ഫണ്ട് തിരികെ ലഭിക്കാൻ അല്ലെങ്കിൽ പിരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. 1 കളക്ഷൻ ഏജൻറ്റ് വഴി, 3 QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം, ഗൂഗിൾ പേ വഴി അയക്കാം, നേരിട്ട് ബാങ്കിൽ അടക്കാൻ കഴിയും, പിന്നെ കോയിൻ ബോക്സ് റീഡർ വഴി അയക്കാൻ കഴിയും, പിന്നെ ഏജൻറ്റ് വഴി. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെ മിനിമം ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ 500 രൂപയാണ് മിനിമം ബാലൻസ്. സേവിങ്സ് അക്കൗണ്ടിൻ്റെ മിനിമം ബാലൻസ് എന്ന് വെച്ചാൽ 500 രൂപയാണ്. ചെക്ക് റിട്ടേൺ ആയാൽ അടയ്ക്കേണ്ട ഫൈൻ എത്രയാണെന്ന് വെച്ചാൽ അത് 750 രൂപയാണ്. ചെക്ക് റിട്ടേൺ ആയാൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 750 രൂപയാണ്. നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. അവിടെയുള്ള സേവിങ്സ് അക്കൗണ്ടിൻ്റെ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. മിനിമം ബാലൻസ് 500 രൂപയാണ്. ചെക്ക് റിട്ടേൺ ആയാൽ അടയ്ക്കേണ്ട ഫൈൻ എന്ന് പറഞ്ഞാൽ 750 രൂപയാണ്. ഡെയിലി കളക്ഷൻ ആഴ്ചയിൽ അടയ്ക്കേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 6 ദിവസമാണ്. പൊതു ദിവസം എന്തില്ല, കളക്ഷൻ ഇല്ല. ഡെയിലി കളക്ഷൻ ആഴ്ചയിൽ അടയ്ക്കേണ്ട ദിവസങ്ങൾ വെച്ചാൽ 6 ദിവസമാണ്. ഒരു വസ്തു ഈടായി സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പൊതുവായിട്ട് നോക്കണം? അത് നിങ്ങളുടെ ഈ സൊസൈറ്റിയിലൊക്കെ ഒരു വസ്തു ഈടായിട്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നാണ്. 1 4 ചക്ര വാഹന സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. 2 6 സെൻറ്റിൽ കൂടുതലുള്ള സ്ഥലങ്ങളെ ഈടായി സ്വീകരിക്കാവൂ. 3 2 പേരിൽ കൂടുതൽ അവകാശമുള്ള സ്ഥലം ഈടായി സ്വീകരിക്കരുത്.
4 15 വർഷത്തിന് മുകളിലുള്ള ഒറിജിനൽ അല്ലെങ്കിൽ മുൻ പ്രമാണം ഉണ്ടായിരിക്കണം. 5 സ്ഥലവുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി നിർദ്ദേശിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായി ഉണ്ടായിരിക്കണം. 6 പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വസ്തു ഈടായിട്ട് സ്വീകരിക്കുമ്പോൾ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. താഴെ പറയുന്നതിൽ ഒരു വസ്തു ഈടായിട്ട് സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അപ്പം 1 4 ചക്ര സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. ഒരു വസ്തു ഈടായിട്ട് സ്വീകരിക്കുമ്പോൾ അത് 4 ചക്ര സൗകര്യമുള്ള സ്ഥലമായിരിക്കണം. 2 6 സെൻറ്റിൽ കൂടുതലുള്ള സ്ഥലങ്ങളെ ഈടായി സ്വീകരിക്കാൻ പാടുള്ളൂ. 3 2 പേരിൽ കൂടുതൽ അവകാശമുള്ള സ്ഥലം ഈടായി സ്വീകരിക്കരുത്. 4 15 വർഷത്തിന് മുകളിലുള്ള ഒറിജിനൽ മുൻ പ്രമാണം ഉണ്ടായിരിക്കണം. 5 സ്ഥലവുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി നിർദ്ദേശിക്കുന്ന റെക്കോർഡുകൾ കൃത്യമായി ഉണ്ടായിരിക്കണം. 6 പവർ ഓഫ് അറ്റോർണി സ്വീകരിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോ ഫിനാൻസ് ഫയൽ നോക്കുന്ന ആദ്യത്തെ ജീവനക്കാരൻ്റെ കാറ്റഗറിയുടെ പേര് എന്താണ്? അത് സെക്ഷൻ ക്ലർക്കാണ്. മൈക്രോ ഫിനാൻസ് ഫയൽ നോക്കുന്ന ആദ്യത്തെ ജീവനക്കാരൻ്റെ കാറ്റഗറിയുടെ പേരെന്ന് വെച്ചാൽ അത് സെക്ഷൻ ക്ലർക്കാണ്. പിന്നെ നേരത്തെ നമ്മൾ കോയിൻ ബോക്സ് പറഞ്ഞു. അപ്പോൾ ഈ കോയിൻ ബോക്സ് സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്? ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് പരിധിയിലുള്ള കടകൾ, വീടുകൾ, മറ്റിതര സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന നാണയത്തൊട്ട് നിക്ഷേപിക്കുന്ന സമ്പാദ്യ സ്കീമാണ് ഇത് പറയുന്നത് ഈ കോയിൻ ബോക്സ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ കോയിൻ ബോക്സ് സ്കീം സൊസൈറ്റിയുടെ ഒരു സമ്പാദ്യ പദ്ധതി സ്കീമാണ്. അത് സ്ഥാപിക്കുന്നത് അതിൻ്റെ തന്നെ സൊസൈറ്റിയുടെ തന്നെ അധികാര പരിധിയിലുള്ള കടകളിൽ, വീടുകളിലൊക്കെയാണ്. അപ്പോൾ ഇത് സ്ഥാപിക്കുന്ന വീടുകളിലെ നാണയങ്ങൾ ഈ ബോക്സിൽ നിക്ഷേപിക്കുകയും ആയത് കോയിൻ ബോക്സ് നിക്ഷേപത്തിലേക്ക് സൊസൈറ്റി കളക്ഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനർമാർ വഴി ഇത് ആഴ്ചയ്ക്ക് ഒരിക്കൽ കളക്ട് ചെയ്യുകയും വരവയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലോ അല്ലെ ഈ ബ്രാഞ്ചിൻ്റെ പരിധിയിലുള്ള വീടുകളിലോ മറ്റ് കടകളിലോ ഇത് സൂക്ഷിച്ചു വെക്കുകയും ഇത്തരത്തിൽ വീടുകളിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ പരിധിയിലുള്ള കടകളിൽ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന നാണയത്തൊട്ടുകൾ അതായത് കളക്ഷൻ ഏജൻറ്റുമാർ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനർമാർ ഇത് വന്ന് ആഴ്ചയിൽ ഒരു കളക്ട് ചെയ്യുകയും അത് ബോക്സ് സ്ഥാപിക്കുമ്പോൾ ആദ്യം 50 രൂപ ഡിപ്പോസിറ്റ് സ്വീകരിച്ച് വേണം ബോക്സ് വീടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മൈക്രോ ഫിനാൻസിൽ ആദ്യം ഒരാൾക്ക് നൽകാവുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5000 മുതൽ 25,000 രൂപയാണ്. ഒരു മൈക്രോ ഫിനാൻസിൽ ആദ്യമായിട്ട് ഒരാൾക്ക് നൽകാവുന്ന തുക 5000 മുതൽ 25,000 രൂപ വരെയാണ്. ഒരു മൈക്രോ ഫിനാൻസ് തിരിച്ചടവ് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ആഴ്ചയിലാണ്. മൈക്രോ ഫിനാൻസിൻ്റെ തിരിച്ചടവ് ആഴ്ചയിലാണ്. അപ്പോൾ ഒരു മൈക്രോ ഫിനാൻസിൽ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരാൾക്ക് നൽകാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ 5000 മുതൽ 25,000 രൂപ വരെയാണ്. അടുത്തതായിട്ട് അവിടുത്തെ നിയമനവും അതുപോലെ തന്നെ അവിടുത്തെ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഒരു കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക് സൊസൈറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ടാർജറ്റ് തുകയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്രയും തുക ഒരു ടാർജറ്റ് ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും തുക ഓവർകം ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക് ഈ സൊസൈറ്റി എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ സെക്ഷൻ ക്ലർക്ക് എന്നാൽ എന്തെന്നാണ്? സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിലെ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനെയാണ് സെക്ഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം ഇപ്പോൾ ക്ലർക്കിൻ്റെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. +2 ആണ് അതിൻ്റെ യോഗ്യതയായിട്ട് വന്നത്. സെക്ഷൻ ക്ലർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചിലെ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്ഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. ഒരു ഡി കാറ്റഗറി ബ്രാഞ്ചിലെ ജീവനക്കാരുടെ കാറ്റഗറിയുടെ പേരുകൾ മുൻഗണനാക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ബ്രാഞ്ച് മാനേജർ ഉണ്ടാവും, പിന്നെ ഒരു ASM ഉണ്ടാവും, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ ഉണ്ടാവും, പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെയുള്ളത് ബ്രാഞ്ച് ക്യാഷ്യർ ഉണ്ടാവും, പിന്നെ UD ക്ലർക്ക് ഉണ്ടാവും, ക്ലർക്കുമാരുണ്ടാവും, പ്യൂൺ ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും, പാർട്ട് ടൈം സ്വീപ്പർമാരുണ്ടാവും. അപ്പോൾ ഒരു ഡി കാറ്റഗറി ബ്രാഞ്ചിലെ ജീവനക്കാരുടെ കാറ്റഗറിയുടെ പേരുകൾ എന്ന് പറയുന്നത് ബ്രാഞ്ച് മാനേജറാണ്, 2 അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജറാണ്, 3 ബ്രാഞ്ച് അക്കൗണ്ടൻ്റ് ആണ്, 4 ബ്രാഞ്ച് ക്യാഷ്യറാണ്, 5 UD ക്ലർക്കാണ്, 6 ക്ലർക്കാണ്, 7 പ്യൂൺ, 8 സെക്യൂരിറ്റി, 9 പാർട്ട് ടൈം സ്വീപ്പർ. ഒരു ബ്രാഞ്ചിൻ്റെ മെയിൽ ഓഫീസ് ഏത് എന്ന് ചോദിച്ചാൽ അത് ജില്ലാ ഓഫീസാണ്. ഒരു ബ്രാഞ്ചിൻ്റെ മെയിൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ജില്ലാ ഓഫീസാണ്. ക്ലർക്കിന് പ്രൊമോഷൻ ലഭിച്ചാൽ ലഭിക്കുന്ന കാറ്റഗറി ഏതാണ്? UD ക്ലർക്കാണ്. LDC പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ ഗവൺമെൻറ്റിലൊക്കെ LDC പോയി കഴിഞ്ഞാൽ UD ആണ്. അതുപോലെ തന്നെ ഒരു ക്ലർക്കിന് ഇവിടെ ക്ലർക്ക് എന്നുള്ള പേരാണ്. ഗവൺമെൻറ് തസ്തികകളിൽ LDC എന്നൊരു തസ്തികയില്ല, ക്ലർക്ക് എന്നുള്ള തസ്തിക മാത്രമേ ഉള്ളൂ. ക്ലർക്കിന് പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന കാറ്റഗറി UD ക്ലർക്കാണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേര് ചോദിച്ചാൽ എന്താണ്? അത് അമിത്ഷായാണ് അല്ലെ. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേര് അമിത്ഷായാണ്. കേരള സംസ്ഥാനത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ പേര് വാസവനാണ് അല്ലെ. വാസവൻ മിനിസ്റ്ററാണ് കേരള സംസ്ഥാനത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി. എന്നാൽ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അത് അമിത്ഷായാണ്. ഒരു സഹകരണ സംഘത്തിൻ്റെ ആധികാരിക രേഖ എന്ന് പറയുന്നത് ബൈലോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണ് ഓരോ ബ്രാഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയുടെയും ഒരു ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സഹകരണ സംഘത്തിൻ്റെ ആധികാരിക രേഖ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈലോ ആണ്. ഒരു ബ്രാഞ്ചിന് 250 മാർക്ക് കരിയർ ബുക്ക് ലഭിക്കണമെങ്കിൽ ഒരു മാത്രം എത്ര MDS തുടങ്ങണമെന്ന് ചോദിച്ചാൽ 4 MDS ഒരു മാസം തുടങ്ങിക്കഴിഞ്ഞാൽ 280 മാർക്ക് ഒരു ബ്രാഞ്ചിന് ലഭിക്കും. ഒരു ബ്രാഞ്ചിന് 280 മാർക്ക് കരിയർ ബുക്കിൽ ലഭിക്കണമെങ്കിൽ ഒരു മാസം എത്ര MDS തുടങ്ങണമെന്ന് ചോദിച്ചാൽ 4 MDS തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം അതിന് 280 മാർക്ക് ലഭിക്കണം.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മറ്റ് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നും, കാരണം നിങ്ങളുമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്, ഒരു പുതിയ സിലബസാണ്. പക്ഷേ ഒരു നല്ല അവസരം തന്നെയാണ്. കേരളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ ജോലി നേടാനുള്ള അവസരമാണ്. ഏകദേശം കേരളത്തിൽ 400-500 ക്ലർക്കിൻ്റെ വേക്കൻസികൾ മാത്രം ഉണ്ടായിരുന്നു. 150ഓളം നമ്മുടെ മാനേജർമാരുടെ വേക്കൻസികളുണ്ട്. പിന്നെ ഗ്രാമസേവക് എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് 21 ഫെബ്രുവരിയിലായിരുന്നു. ജനുവരിയിലായിരുന്നു ആദ്യം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, 24/1 പക്ഷേ അത് ഫെബ്രുവരിയിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായ അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത്തരം പരീക്ഷകളെക്കുറിച്ച് ആശങ്കകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ അസ്ഥാനമായിക്കൊണ്ട് നിങ്ങളുടെ പഠനമായിട്ട് മുമ്പോട്ട് പോവുക. എന്തായാലും എക്സാം എഴുതാൻ പറ്റും. വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാവുന്ന സ്പീഡിലൊക്കെ കേട്ട് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ PSC പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളൊന്നുമല്ല, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത്തരം അതിൻ്റെ ഒരു ബോറടി എന്തായാലും ഉണ്ടാവും. പക്ഷേ നേടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോലിയാണെന്ന കാര്യം മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കട്ട് ഓഫ് പ്ലസ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്